നക്ഷത്രദീപങ്ങളുടെ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിലെത്തിയ മുകേഷ് എന്ന 13 വയസ്സുകാരൻ. മലമ്പുഴയിൽ നിന്നും എത്തിയ മുകേഷ് അന്ന് അച്ഛനോടൊപ്പമാണ് ഈ ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ എത്തിയത്. മുകേഷിന്റെ അച്ഛൻ ആസ്മ രോഗിയാണ്. അമ്മ പുകയിലയുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ക്യാൻസർ വന്ന പേഷ്യന്റ്. 13 വയസ്സുള്ള സ്കൂളിൽ പോകേണ്ട പഠിക്കേണ്ട പ്രായത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കേണ്ട ഈ ഒരു സമയത്ത് മുകേഷ് അച്ഛനും അമ്മയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ തോട്ടങ്ങളിൽ ജോലിക്ക് പോയിട്ടാണ് ഈ 3 വയറ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛനും അമ്മയ്ക്കും ആഹാരം വേണം, അവരുടെ മെഡിക്കൽ കെയർ, അവർക്ക് മരുന്ന് വേണം. അതിനെല്ലാം മുകേഷ് ചിലപ്പോൾ അടയ്ക്കാൻ മരത്തിൽ കയറി ഒരു ദിവസം ഒരു മരത്തിൽ കയറി അവന് 10 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ അവൻ സ്വരൂപിക്കുന്ന പൈസ കൊണ്ടാണ് അവരുടെ നിത്യ ചെലവ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളാണ്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയും അവൻ അവന്റെ ബാല്യം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതൊരു ത്യാഗം എന്നതിലപ്പുറം അവൻ അവന്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലാണ് എടുക്കുന്നതെങ്കിലും നമ്മൾക്ക് നമ്മളെ ഒരുപാട് മൂവ് ചെയ്ത ഒരു കുട്ടിയാണ് മുകേഷ്. അവന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് ഈ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് അച്ഛനും മകനും തിരിച്ച് മലമ്പുഴയിലെത്തി. ഏകദേശം ഒരാഴ്ചക്കകം ഞങ്ങൾക്കിവിടെ വിവരം ലഭിക്കുകയുണ്ടായി മുകേഷിന്റെ അമ്മ മരണപ്പെട്ടു എന്നുള്ളത്. അമ്മയും അച്ഛനും ഒരുപാട് സ്നേഹിച്ചായിരിക്കണം ഈ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷെ അവരുടെ ഒരു ഫിസിക്കൽ പ്രോബ്ലംസ് കാരണം അവനൊരു നല്ല ബാല്യം കൊടുക്കാനായിട്ട് അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞിട്ടില്ല. ഇന്നും മുകേഷ് അച്ഛനെ വിട്ടു പോകാനായിട്ട് തയ്യാറാവുന്നില്ല. ട്രൈബൽ സംഘടനകളൊക്കെയും അവന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണ്, അവനെ നോക്കാനും സംരക്ഷിക്കാനും ഒക്കെ തയ്യാറാണ്. പക്ഷെ ഇപ്പോഴും മുകേഷ് ഒരേ വാശിയിലാണ് അച്ഛനെ വിട്ടു പോവില്ല എന്നുള്ളത്. ഒരു നല്ല മകനായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു നല്ല മനസ്സിനുടമയായതുകൊണ്ടാവാം. നക്ഷത്രദീപങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളെ ഒരുപാട് സ്വാധീനിച്ചൊരു പയ്യനാണ്. നമ്മളെല്ലാവരും ഒരുപാട് സ്വാധീനിച്ചൊരു പയ്യനാണ്. അവന് നല്ലൊരു ഭാവി ഉണ്ടാവണം, അവന് നന്നായിട്ട് പഠിക്കാൻ സാധിക്കണം, നല്ലൊരു വ്യക്തിയായിട്ട് വളർന്നു വരണം. മാത്രമല്ല അവന്റെ അച്ഛന്റെ മെഡിക്കൽ കെയറും. അപ്പോൾ അതിന് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. അവന് സാമ്പത്തിക സഹായം മാത്രമല്ല, ഒരുപാട് സ്നേഹത്തിന്റെ ആവശ്യവുമുണ്ട്. അപ്പോൾ ഈ ഒരു ഷോ അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മുകേഷിനെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു സഹായം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു ഫൈനൽ വേദിയിൽ വെച്ച്. എന്താണ് അച്ഛന്റെ രോഗം? ഹാർട്ടിന്റെ കീടാണ്. എപ്പോ തൊട്ട്? കൊറേ കൊല്ലമായിട്ടോ? മോൻ ചെറുപ്പമായിട്ടിരുന്നപ്പോ തൊട്ടോ? അമ്മയ്ക്കോ? അമ്മയ്ക്ക് എന്താണ്? ക്യാൻസർ. അങ്ങനെ ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞോ? അപ്പൊ എങ്ങനെയാണ് വീടിന്റെ ചെലവൊക്കെ? മോനോ? എങ്ങനെയാ? പണിക്കൊക്കെ പോകും. എന്ത് ജോലിയാണ്? അടയ്ക്ക മരത്തിൽ കയറുവോ? എത്ര മരത്തിൽ കയറുവോ ഒരു ദിവസത്തില്? 10 കയറുവോ? ഭയങ്കര ഹൈറ്റ് ഉണ്ടല്ലോ അത്. ഒരു മരത്തിന് എത്രയാ കൂലി കിട്ടുന്നത്? 10 രൂപ. 10 രൂപയോ? അപ്പൊ എത്ര മരത്തിൽ കയറും? 10 അത് കൊണ്ടുവന്ന് എന്ത് ചെയ്യും? അച്ഛനെടുത്ത് കൊടുക്കും. ആണോ? അതുകൊണ്ടാണ് അരിയൊക്കെ മേടിക്കുന്നത്. അമ്മയ്ക്ക് ഒരുപാട് വേദന ഉണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സ് എന്ത് പറയുന്നത്? സീരിയസ് ആണെന്ന് പറയുന്നോ? അപ്പൊ മോനെ നോക്കാൻ വേണ്ടി ആരും ഇല്ലേ? റിലേറ്റീവ്സ് ഒക്കെ, സ്വന്തം ബന്ധുക്കളൊക്കെ ആരും വരില്ലേ? മോനെ എന്താകണമെന്ന് പറഞ്ഞ ആഗ്രഹമുണ്ട്? ഡോക്ടറോ? വെരി ഗുഡ്. അപ്പൊ നന്നായിട്ട് പഠിക്കുവോ? നന്നായിട്ട് ആരെങ്കിലും പഠിപ്പിച്ചാൽ മോന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അടുത്തതായി ആരോമൽ, നെടുങ്കണ്ടം സ്വദേശിയാണ്. ആരോമലിനെ ഒരുപക്ഷെ കുറെ നാളുകൾക്ക് മുമ്പ് മീഡിയയിലെല്ലാം നിറഞ്ഞു നിന്നൊരു കുട്ടിയാണ്. അവന്റെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ കൈരളി ടിവിക്ക് മുന്നിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എത്രത്തോളം സഹായം അവനിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു വേദിയിൽ അവൻ എത്തേണ്ടി വന്നത്. ആരോമലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അച്ഛനും അമ്മയ്ക്കും അവനൊരു ബാധ്യതയാണ്. അച്ഛൻ എന്ന് പറഞ്ഞ വളർത്തച്ഛനാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. സ്വന്തം അമ്മ പ്രസവിച്ച അമ്മ അച്ഛനോടൊപ്പം, വളർത്തച്ഛനോടൊപ്പം ചേർന്ന് ആ കുട്ടിയെ പട്ടിയുടെ കൂട്ടിൽ ഇട്ട് പട്ടി കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ആരോമല് ഭക്ഷണം കഴിച്ച് അങ്ങനെയാണ് ആ കുട്ടി വളർന്നത്. മനുഷ്യന്റെ ഏറ്റവും നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അമ്മ മകൻ എന്നുള്ള ബന്ധത്തിൽ നിന്നൊക്കെ ഉപരിയായിട്ട് യാതൊരു മാനുഷിക പരിഗണനയും ഇല്ലാതെ വളർന്ന ഒരു കുട്ടി. ഇന്ന് നക്ഷത്രദീപങ്ങളുടെ വേദിയിൽ
അവൻ എത്തിയപ്പോൾ അല്ലെങ്കിൽ അവന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനായിട്ട് അല്ലെങ്കിൽ അത് ഓർക്കാൻ കൂടി വയ്യാത്തൊരവസ്ഥയിലാണ് അവൻ ഇപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ കുട്ടിയെ ആ ഒരു എന്താ പറയാ ഒരു പാസ്റ്റിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കൂടി പറ്റില്ല. ഇന്ന് അവനിപ്പോ താമസിക്കുന്നത് കരുണാഭവൻ പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ വെൽഫെയർ സ്ഥാപനത്തിലാണ്. 3.5 വയസ്സിൽ അവൻ അവിടെ എത്തിച്ചേർന്നതാണ്. അച്ഛനും അമ്മയും ഇപ്പോ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവര് വേറൊരു നാട്ടിൽ കഴിയുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ ഒരിക്കലും അവനെ ആ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും തിരിച്ചുവിടാനായിട്ട് ആരും തന്നെ ആഗ്രഹിക്കില്ല. അച്ഛനും അമ്മയും മോന് 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ പട്ടിയുടെ കൂടെ ചങ്ങലയിലിട്ട് പൂട്ടി 6 മാസം ഒരേ ചങ്ങലയില് പട്ടിയുടെ കൂട്ടത്തിലായിരുന്നു ഈ കുഞ്ഞ്. 6 മാസം തൊട്ട് പട്ടിയുടെ കൂട്ടത്തിന്റെ ഈ പയ്യനെ കെട്ടിവെച്ചിരുന്നോ? കെട്ടിട്ടില്ല. വിശന്ന് കഴിഞ്ഞപ്പോഴേ ചോറ് ഇങ്ങനെ കൈയിട്ട് തോണ്ടിയെടുത്തു. ആ സമയം അപ്പൻ വന്ന് ഇവന്റെ പിതാവ് വന്നിച്ച് കുഞ്ഞിന്റെ കൈ കൊണ്ട് അടുപ്പിൽ കൊണ്ടുവച്ചു. അടുപ്പിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുമ്പോൾ അതപ്പോ ഞാൻ പടത്തിനകത്തുണ്ട്. ഞങ്ങൾക്ക് കിട്ടുമ്പോൾ കുഞ്ഞിന്റെ കൈ അഹവും പുറവും ഇങ്ങനെ വെന്ത് പഴുത്ത് ഇപ്പോഴത് തൊലി വന്നങ്ങോട്ട് മൂടിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നോക്ക്, ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വന്തം അച്ഛൻ നെറുപ്പിലിട്ട് മോന്റെ കൈ വെച്ച് കത്തിച്ചിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നുണ്ട്? അടുത്തതായി കൊല്ലത്ത് നിന്നെത്തിയ പിച്ചയും കുടുംബവും. സുനാമി വെള്ളപ്പാച്ചിലിൽ അവർക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു. ഒരുപാട് ദുരിതത്തിലാണ് ഈ കുടുംബം ഇന്ന് ജീവിക്കുന്നത്. പിച്ചയുടെ കുടുംബം, പിച്ചയ്യ, ഭാര്യ, ഒരു മകൾ, 2 കുട്ടികൾ. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവും ഇപ്പോൾ പെരുങ്ങലിലാണ്. ആരോഗ്യസ്ഥിതി വളരെ മോശമായതുകൊണ്ട് ഈ 4 പേരും, ഈ ഇത്രയും അധികം ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അവർക്കൊരു വീടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സങ്കടം. മാത്രമല്ല ഈ കുട്ടികളുടെ ജീവിതം എങ്ങനെയാവുമെന്നുള്ളൊരു ആശങ്കയും ഈ ഒരു കുടുംബത്തിനുണ്ട്. നക്ഷത്രദീപങ്ങളുടെ ഈ ഒരു വേദിയിൽ വന്ന് അവരവരുടെ വിഷമങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ടീമിന്റെ ഭാഗത്തു നിന്നുള്ള, പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായം പിച്ചയിലും അവർക്കും ആ ഒരു കുടുംബത്തിനും എത്തിക്കാനുള്ള ഒരു ഇതിലാണ് ഞങ്ങളിപ്പോൾ. നക്ഷത്രദീപങ്ങൾ എന്ന ഈ ഒരു റിയാലിറ്റി ഷോയുടെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ സ്റ്റേജിൽ വെച്ച് പിച്ചയ്യയ്ക്കും കുടുംബത്തിനും നമ്മുടെ എല്ലാവരുടെയും സഹായവും സ്നേഹവും കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. അതിലിപ്പം ആ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതായപ്പം 7 വർഷം കൊണ്ട് ഒരു വീട്, കടപ്പുറത്ത് ഒരു വീട് വെച്ചതിൽ സുനാമി വന്ന് എന്റെ കുട്ടിയും ഞാനുമായിട്ട് വെള്ളത്തിൽ പോയതാണ്. 3 ബോട്ടുകാരാണ് ഞങ്ങളെ പിടിച്ച് കരയിലാക്കിയത്. ഇപ്പം എന്റെ ഭർത്താവ് ബോട്ടിൽ പോയാണ്. ഇപ്പം ബോട്ടിൽ പോയി ഒരു ഇരുമ്പ് ബോട്ടിലായിരുന്നു. ഒരു വീഴ്ചയിൽ വന്ന് അതിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ട് ഒരു വർമ്മസാധനവും ചെന്നിടിച്ചു. അതിനിപ്പോ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ പോലും അവസ്ഥയില്ലാതായി. പിന്നെ അവസാനം വന്നപ്പോ ഞങ്ങള് കഞ്ഞിപ്പരയിലായിരുന്നു ഒരു കഞ്ഞി കൂടി റോഡി. നക്ഷത്രദീപങ്ങളുടെ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിലെത്തിയ 2 കുട്ടികൾ, രാകേഷും രാജേഷും. രാകേഷിന്റെയും രാജേഷിന്റെയും അച്ഛൻ അവരെ നന്നേ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം അമ്മയും പുറത്ത് ജോലിക്ക് പോകാറുണ്ടായിരുന്നു അവര്. ഒരു ദിവസം മറ്റേതോ വീട്ടിൽ ജോലിക്ക് പോയതിനു ശേഷം തിരിച്ച് രാകേഷിന്റെയും രാജേഷിന്റെയും വീട്ടിലേക്ക് എത്തിയില്ല അമ്മ. അങ്ങനെ അനാഥരായിട്ടുള്ള ഈ കുട്ടികൾക്ക് ഒരു അനുജത്തി കൂടിയുണ്ട്. അവർ പക്ഷെ ആ കുട്ടിയെ നോക്കാനായിട്ടുള്ള ഒരു പ്രാപ്തി 2 കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ട് മാമന്റെ വീട്ടിലാണ്, മാമന്റെ സംരക്ഷണയിലാണ് അനുജത്തി. രാകേഷും രാജേഷും
നമ്മളെല്ലാവരും കണ്ടു. അവരൊരുപാട് വളരെ ബോൾഡായിട്ടുള്ള കുട്ടികളാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം എന്താ പറയാ അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നന്നായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ പഠിപ്പിന് വേണ്ടിയിട്ട്, അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട്, അവരുടെ അനുജത്തിയുടെ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കുടുംബം. അവരെ നന്നായിട്ട് വരാനായി, അവർ നന്നായിട്ട് വളരാനായിട്ട്, അവർക്ക് നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് നമ്മുടെ കഴിയുന്ന ഒരു സഹായം അവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അച്ഛനമ്മ എവിടെ? പിണങ്ങിപ്പോയി. പിണങ്ങിപ്പോയാ? എപ്പോഴാ? അച്ഛൻ 8 വർഷത്തിന് മുമ്പ് പോയി. 8 വർഷത്തിന് മുമ്പോ? അപ്പൊ മോന് എത്ര വയസ്സുണ്ടായിരുന്നു? 2.5. 2.5 വയസ്സോ? അയ്യോ, അപ്പൊ അച്ഛന് കണ്ട ഓർമ്മ ഉണ്ടോ മോന്? ഇല്ല. അപ്പൊ അമ്മയോ? അമ്മച്ചി പോയിട്ട് 2 മാസമായതേ ഉള്ളൂ. അമ്മച്ചി പോയിട്ട് 2 മാസമായതേ ഉള്ളൂ. എന്തിനാ പോയി? അതും അറിയത്തില്ല. അമ്മ ഇടയ്ക്ക് ജോലിക്കൊക്കെ പോവാറുണ്ടോ? എവിടെയാ? ദൂര സ്ഥലങ്ങളിൽ. അല്ല, ദൂര സ്ഥലം എന്ത് ജോലിക്കാ? വീട്ടു പണിക്കാണ്? വീട്ടുജോലിക്ക് പോയിട്ട് വന്നിട്ടില്ലേ 2 മാസത്തിന് മുമ്പ്? ഇല്ല. എവിടെ പോയി എന്താന്നൊന്നും അറിയില്ല. ഇല്ല. അപ്പൊ അച്ഛനും പോയി അമ്മയും പോയാ രണ്ടുപേർക്കും? അപ്പൊ അനിയത്തിനെ ആര് നോക്കുന്നത്? മാമൻ നോക്കുന്നു. മാമനോ? മാമൻ എവിടെ ഉണ്ട്? കൊട്ടാരക്കാരില്ല. മാമൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ഒത്തിരി ഇതില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നോക്കിയത്. അപ്പൊ 2 മാസത്തിന് മുമ്പ് പോകുമ്പോ അമ്മ അതിന്റെ മുമ്പ് എന്തെങ്കിലും വഴക്കിട്ടോ ഇല്ല മോന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എവിടെ പോകുന്നു അറിയോ? ജോലി ചെയ്ത സ്ഥലത്ത് പോയി അന്വേഷിച്ചായിരുന്നോ മോന്? അമ്മച്ചി ജോലിക്ക് പോയിട്ട് ചിലപ്പോ പിറ്റേന്ന് വരും, അല്ല രാത്രി വരും. ഒരു ദിവസം രാത്രി രാവിലെ പോയിട്ട് പിറ്റേന്നാ വന്നത്. ഞാൻ ചോദിച്ചപ്പോ അമ്മച്ചി പറഞ്ഞു, ഞാൻ എന്താ ഇത്ര ഇന്ന് വരാനേന്ന് ചോദിച്ചു ഇന്നലെ. അപ്പൊ അമ്മച്ചി തന്നെ ഒരുപാട് വഴക്കുറയും തല്ലുകയും ചെയ്തു. എന്നിട്ട് അന്ന് സ്കൂളിൽ പോയി. പിറ്റേ ദിവസം പിന്നെ ഞാൻ അമ്മച്ചിയെ കണ്ടില്ല. വൈകുന്നേരം വന്നപ്പോ. അടുത്തതായി അമല എന്ന 7 വയസ്സുകാരി. നമ്മളെ ഏറ്റവും കൂടുതൽ ഞടുക്കിയ ഒരു ഇഷ്യൂ ആണ് അമലയുടേത്. അമല അമ്മുമ്മയുമായിട്ടാണ് നക്ഷത്രദീപങ്ങളുടെ ഫ്ലോറിലെത്തിയത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ അമ്മയെ അച്ഛൻ തീ കൊളുത്തി കൊലപ്പെടുത്തുന്നതിന് സാക്ഷിയാവേണ്ടി വന്നൊരു ബാലിക. ഇന്ന് അമലയും അമ്മുമ്മയും ഗാന്ധിഭവന്റെ സംരക്ഷണയിലാണ്. എന്താ പറയാ, അച്ഛനും അമ്മയും ഇല്ല, അമ്മുമ്മ മാത്രമേ ഉള്ളൂ. അവളെ നോക്കാനായിട്ടുള്ളൊരു സാഹചര്യവും ആരോഗ്യസ്ഥിതിയും ഇല്ല അമ്മുമ്മയ്ക്ക്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഭാവിക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായം എത്തിക്കണം. അതിനായിട്ട് നക്ഷത്രദീപങ്ങളുടെ ഒരു ഫൈനൽ വേദി ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. മോൾക്ക് പപ്പനെ ഇഷ്ടമല്ലേ? അതെന്താ ഇഷ്ടമില്ലാത്ത? അമ്മനെ കൊന്നോ? എങ്ങനാ? എന്റെ മരുമോനെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചതാ മോളെ. ഇതെങ്ങനെ സംഭവിച്ചത്? അവിടെ ഒരാഴ്ച കൊണ്ട് വഴക്കായിരുന്നു എന്ന് അയൽവക്കത്തുള്ളവര് പറഞ്ഞു. എന്തുകൊണ്ടാണ്? പിന്നെ അവിടെ ഒരു മറാഠിക്കാരിയായിട്ട് ബന്ധമുണ്ടെന്ന് അതിനെ ചൊല്ലിയ വഴക്കുണ്ടായത്. രാവിലെ 7 മണിക്ക് എന്നെ വിളിച്ചതായിരുന്നു. 7 മണിക്ക് 2-3 പ്രാവശ്യം എന്നെ വിളിച്ചതായിരുന്നു. പിന്നെ 9 പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി നിന്നായിരുന്നു. അപ്പൊ ഇവനെ കൊണ്ട് പള്ളിയിൽ പോകാനായിട്ട് വിളിച്ചത്. അവളവൻ പോയില്ല. അങ്ങനെ വഴക്കുണ്ടായി മണ്ണെണ്ണ എടുത്തൊഴിച്ച് തീ കത്തിച്ചതാണ്.